നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ത്രീ ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ മാനസികമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആണ്. അതായത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് രണ്ടുപേരും പരസ്പരം വേദനിപ്പിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. രണ്ടുപേരും മാനസികമായിട്ട് മുറിവേൽക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിന്റെ പെയിനിൽ ഒരു സെപ്പറേഷൻ നടന്ന, അല്ലെങ്കിൽ രണ്ടുപേരും അകന്ന് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒരു അത്രയും പെയിൻഫുൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടെങ്കിലും, വേദനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹം രണ്ടുപേരും തമ്മിലുണ്ട്. ആഴത്തിലുള്ളൊരു കണക്ഷൻ രണ്ടുപേരും തമ്മിലുണ്ട്. ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും രണ്ടുപേരും തമ്മിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷനിലോട്ട് ഒരു എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ തിരികെ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ ഈഗോ സമ്മതിക്കാതെ അവർ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് റിലേഷനിലോട്ട് വരണം, നിങ്ങളോട് സംസാരിക്കണം. ഈ ഒരു പെയിൻ, അതായത് ഇപ്പം സെപ്പറേഷനിൽ നിൽക്കുന്ന പെയിൻ കൂടി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെയിനിൽ നിന്ന് പുറത്തു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി എഫേർട്ട് ഇടാനും അവര് തയ്യാറാണ്. പക്ഷെ അവരുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. ഇതിലോട്ട് വരാനുള്ള ഒരു മടി അവരെ ബാക്കോട്ട് വലിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പേജ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒരു മെസ്സേജോ കോളോ എന്തായാലും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. സിക്സ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാലങ്ങളായിട്ട് രണ്ടുപേരും റിലേഷനിലായ ആളുകളായിരിക്കാം. 5-6 വർഷമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു എനർജി, അങ്ങനെ ഒരു ആളുകളായിരിക്കാം. അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ അറിയുന്ന ആളുകളായിരിക്കാം. എന്തായാലും ഇവിടെ ഈ ഒരു റിലേഷൻ അത്രയും ഡെപ്തിലുള്ളതാണ് എന്നാണ് കാണിക്കുന്നത്. അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ആ ഒരു കണക്ഷനും ബോണ്ടിങ്ങും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അത്രയും ഒരു അട്രാക്ഷനും, അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിങ്ങളെ വിട്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആഴത്തിലുള്ള സ്നേഹം നിങ്ങളോടുള്ളതായിട്ടാണ് കാണുന്നത്. 10 ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഈ റിലേഷൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ അവർക്ക് സ്ട്രഗിൾ ചെയ്യാൻ വയ്യാത്തൊരു എനർജിയാണ് കാണിക്കുന്നത്. അവർ ഒരുപാട് ടെൻസ്ഡ് ആവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹെർമിറ്റ് കാർഡാണ്. ഇവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന, ഈ ഒരു റിലേഷൻ നഷ്ടമായി, അല്ലെങ്കിൽ ഇനി ഈ റിലേഷനിൽ ഒരു മുന്നോട്ടൊരു ആക്ഷൻ ഉണ്ടാവില്ല, മുന്നോട്ട് ഈ റിലേഷൻ വരില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ട ഒരു എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഒരു തേർഡ് പേഴ്സന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്ത്, അതായത് ചിലപ്പം ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ആരെങ്കിലും ആയിരിക്കാം കേട്ടോ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ആളായിരിക്കാം. അങ്ങനെ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്ന്, ഒരു തേർഡ് പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഈ റിലേഷനെ ഇടയ്ക്ക് ഒരു ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഈ റിലേഷനെ ഒരു നെഗറ്റീവ് ലെവലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊരു, അതായത് നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ തേർഡ് പേഴ്സന്റെ കാര്യവും പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ വരുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 2 ഓഫ് വാൺസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്. അതായത് ഈ തേർഡ് പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, അവര് ശരിയാണോ, അവര് ഈ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരെ
കൺഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണെ. അതുകൊണ്ട് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ തേർഡ് പേഴ്സന്റെ ഭാഗത്ത് ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കൺഫ്യൂഷനിൽ അവർ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. അവര് ചില സമയത്ത് ചൈൽഡിഷ് ആയിട്ടാണ് ഈ റിലേഷനിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഈ ഒരു റിലേഷനിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ചൈൽഡിഷ് ആയിട്ടാണ്. അതായത് ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമ്പോഴും അത് ഈ റിലേഷനെ നെഗറ്റീവായി ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു റിലേഷനെ അകറ്റി നിർത്തുക എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. അപ്പൊ അവര് ഒരു സീരിയസ് ആയിട്ട് റിലേഷനെ കാണുന്നില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഇവര് ഈ റിലേഷനെ അത്ര ഒരു സിമ്പിൾ ആയിട്ടാണ് കാണുന്നത്, ഈ റിലേഷന് വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പെയിൻ നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. അവർക്ക് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടതെന്ന് അറിയില്ല. നിങ്ങളോടുള്ള സ്നേഹം കാരണം അവര് ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. കാരണം ഈ റിലേഷനിലോട്ട് തിരികെ വരണം എന്നുള്ളൊരു ടെൻഡൻസി അവർക്കുണ്ട്. പക്ഷെ ഈ തേർഡ് പേഴ്സൺ അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാതെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടാണ് അവരിപ്പം നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇവിടെ നിങ്ങളുടെ റിലേഷനിൽ ഒരു ഡിലേ ആണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്തു നിന്ന് കോണ്ടാക്ട് വരാൻ ഒരു ഡിലേ ആണ്. അവർക്ക് നിങ്ങളെ മെസ്സേജ് ചെയ്യണം, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല. തേർഡ് പേഴ്സൺ അവരെ പല കാര്യങ്ങളും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് അവര് ഒന്ന് ബാക്കോട്ട് നിൽക്കുന്ന എനർജിയാണ് കിട്ടുന്നത്. ഫെയ്ത്ത് എന്ന് കാണിക്കുന്നുണ്ട്. ഇതൊരു വിധിയാണ് എന്നുള്ള രീതിയിലാണ് അവര് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ കാണുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാവുന്നത് വിധിയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനെ കാണുന്നത് എന്നാണ് കാണിക്കുന്നത്. ഫോർഗീവ് എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്നാണ് കാണിക്കുന്നത്. അവർക്ക് അവരുടെ മനസ്സിനകത്ത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവര് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ ആളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളോട് ക്ഷമിക്കുക. ഓക്കെ. ലവ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ കാർഡ്സ് എടുത്തപ്പോഴും ഏസ് ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ലവ് എന്ന് കാണിക്കുമ്പോൾ ഇവിടെ അവര് ഏറ്റവും ആത്യന്തികമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചില സമയത്ത് നമുക്കൊരു കർമ്മിക് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ വീണ് പോകും, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയി നിൽക്കും. അപ്പൊ അതൊക്കെ ഈ ഒരു കർമ്മയുടെ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണെങ്കിലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് സ്നേഹമുണ്ട്. ഇനി കുറച്ച് ഡിലേ ആയാലും ആളുടെ കോണ്ടാക്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ കണക്ഷൻ നിങ്ങളിലേക്ക് തന്നെ എത്തും. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1994, 1985, ലെറ്റർ ബി, 1989, 1995, 1992, ഏപ്രിൽ, 2000, ലെറ്റർ യു, ഭരണി, ജൂൺ, ലെറ്റർ ജെ, ആയില്യം, 1996. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.